പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുക. ഈ ഡെയിലി ഡെലിവറൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യമാണ്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ ബന്ധനങ്ങൾ വിടുതൽ കൊടുക്കാനായി കർത്താവ് ഇങ്ങനെ കരം ഉയർത്തുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നീ വിശ്വാസത്തോടെ നിരന്തരം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്താൽ നീ ഒരു വലിയ കൂട്ടായ്മയിലേക്ക് വരികയാണ്. അതൊരു ദിവ്യകാരുണ്യത്തിൻ്റെ കൂട്ടായ്മയാണ്. ഈ ആധുനിക ലോകത്ത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഡെലിവറൻസിൻ്റെ ഒരു കൂട്ടായ്മ. കാരണം നമ്മളിൽ പലരും വളരെയധികം സാത്താന് അടിമപ്പെട്ടിരിക്കുക. സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചിങ്ങനെ വട്ടമിട്ട് പറയ്ക്കുക. ഏത് കുടുംബത്തെ തകർക്കണം, ഏത് യുവാവിനെ തകർക്കണം, ഏത് യുവതിയെ തകർക്കണം, ഇങ്ങനെ വട്ടമിട്ട് നടക്കുക. നമുക്കറിയാം, പലപ്പോഴും വിശ്വാസം ആദ്യം എടുത്തു കളയും, പ്രാർത്ഥന ആദ്യം എടുത്തു കളയും. അപ്പോഴവർ സൗന്ദര്യം ഉണ്ടാകും, ആരോഗ്യം ഉണ്ടാകും, എന്നാൽ ആത്മാവിൻ്റെ ശക്തി ഇല്ലാതായി തീരും. ആത്മാവിൻ്റെ ശക്തിയില്ലാത്ത കുടുംബങ്ങളിലേക്ക്, ആത്മാവിൻ്റെ ശക്തിയില്ലാത്ത വ്യക്തികളിലേക്ക് സാത്താൻ നുഴഞ്ഞു കയറും. ആദ്യം കുറേ സൗകര്യങ്ങളൊക്കെ കൊടുക്കും, ആദ്യം കുറേ ഉയർച്ചകളൊക്കെ കൊടുക്കും. അപ്പോൾ ദൈവമില്ലാതെ തന്നെ ജീവിക്കാൻ പറ്റും, കുർബാനയില്ലാതെ, പ്രാർത്ഥനയില്ലാതെ ഒരു കുറവുമില്ല എന്ന തരത്തിൽ പിശാച് ചില മിഥ്യധാരണകൾ കൊടുക്കും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് കൊടുത്തിട്ട് പിന്നീട് നമ്മളെ വലിയ നിരാശയിലേക്കും പടുകുഴിയിലേക്കും കടബാധ്യതകളിലേക്കും രോഗങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും അപകടങ്ങളിലേക്കും ഇടാനുള്ള പിശാചിൻ്റെ കുതന്ത്രമാണ്. എൻ്റെ ഇടവകയിൽ ഒരു സഹോദരൻ വാഹനം വെഞ്ചരിച്ചു. ഞാനിങ്ങനെയാണ് വെഞ്ചരിച്ചത്: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഈ വാഹനത്തെ ഈശോ ആശീർവദിക്കണമേ. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വന്ന് സാക്ഷ്യപ്പെടുത്തിയത് ജീവഹാനി വരാമായിരുന്ന വലിയൊരു അപകടത്തിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായിട്ട് അവരെ സംരക്ഷിച്ചു. അതാണ് കർത്താവിൻ്റെ ശക്തി. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും നിങ്ങളുടെ മക്കളെയും അവരുടെ പഠനങ്ങളെയും നിങ്ങളുടെ യാത്രകളെയും നിങ്ങളുടെ കുടുംബജീവിതത്തെയും നിങ്ങളുടെ രോഗങ്ങളെയും നിങ്ങളുടെ അസ്വസ്ഥതകളെയും കർത്താവ് ഇവിടെ നിന്ന് കാണുകയും ഈ പ്രാർത്ഥനയിലൂടെ ഒരു പോസിറ്റീവ് എനർജി ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളിലേക്ക് വരികയും, വളരെ പ്രത്യേകം ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളിലേക്ക് വരുന്ന ദൈവകൃപ, നിങ്ങളിലേക്ക് വരുന്ന അഭിഷേകം, നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും നശിപ്പിച്ച് കരിച്ചു കളഞ്ഞ് അത് മറ്റുള്ളവരിലേക്ക് കടക്കുമ്പോൾ, നിങ്ങളത് അയച്ചു കൊടുക്കുമ്പോൾ മറ്റു കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ദൈവകൃപ കിട്ടുക. ഇത് വളരെ അസാധാരണമായ ഒരു സുവിശേഷ വേലയായി മാറും. ഈ സുവിശേഷ വേലയിൽ നിങ്ങൾ പങ്കുകാരാകുമ്പോൾ കർത്താവ് നിങ്ങളെ 100 ഇരട്ടി അനുഗ്രഹിക്കുക. ഞാനിവിടെ നിന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളെയും വ്യക്തികളെയും കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ കാണുമ്പോൾ അവരുടെ മുമ്പിൽ സ്വർഗം ഇങ്ങനെ തുറക്കപ്പെട്ട് മാലാഖമാര് അവരുടെ എല്ലാ കുടുംബങ്ങളിലേക്കും അനവധിയായ ദാനങ്ങളും രോഗശാന്തികളും വിടുതലുകളും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ബുദ്ധിയും
ജ്ഞാനവും വിവേകവും നല്ല സൗഹൃദങ്ങളും നല്ല കൂട്ടായ്മകളും നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടൊരു ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്ന വർഷങ്ങളോളമുള്ള എല്ലാ തിന്മകളെ ബന്ധിക്കുക. നിങ്ങൾ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഈശോനെ നോക്കണം. ഈ ഈശോനേക്കാൾ ഈശോയ്ക്ക് നിർവീര്യമാക്കാൻ പറ്റാത്ത ഈ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലില്ല. ഈശോനേക്കാൾ ശക്തമായതൊന്നും ഈ ലോകത്തില്ല. അതിനാൽ നിങ്ങൾ ഈശോയ്ക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇനി കൂടോത്രങ്ങളെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ തകിടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ ജിന്നുകളെ ഭയപ്പെടേണ്ട. മറ്റ് മതസ്ഥരിലൂടെയൊക്കെ കടന്നു വരുന്ന പൈശാചികമായ കെട്ടുകളെ നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം സർവത്തിൻ്റെയും അതിനാഥനായ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുക. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയിലൂടെ ഈ പ്രാർത്ഥന അങ്ങ് സ്വീകരിച്ചാൽ മതി. ഈ പ്രാർത്ഥന നിങ്ങൾ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്നത് കർത്താവിനെ തന്നെയാണ്. ആ കർത്താവ് നിങ്ങളുടെ പറമ്പിൻ്റെ ദോഷം, നിങ്ങളുടെ കൃഷിയുടെ ദോഷം, നിങ്ങളുടെ തൊഴിൽ മേഖല, കൽപ്പണി, മരപ്പണി, മറ്റെല്ലാ ജോലികളെയും, മത്സ്യത്തൊഴിലാളികൾ, കാർഷിക മേഖലകൾ, ഓഫീസുകളിൽ, കടകളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അങ്ങനെ ആ തൊഴിൽ മേഖലയിലുള്ള ബന്ധനങ്ങളും തടസ്സങ്ങളും ശത്രുക്കളെ വരെ കർത്താവ് എടുത്തു മാറ്റിയ. നിങ്ങളെ ഉപദ്രവിക്കുന്ന പരദൂഷകരെയും കർത്താവ് നിർവീര്യമാക്കിയ. ഒരു പുതിയ അഭിഷേകവും പുതിയ അനോയിന്റിങ്ങും ഇന്നേ ദിനം കർത്താവ് കൊടുക്കുക. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുക. അത് വിടുതലിൻ്റെ ആത്മാവാണ്. അത് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിലൂടെ ഇത് കേൾക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളോട് പറയുന്നുണ്ട്, ഇനി കരയേണ്ട, ഇനി ആകുലപ്പെടേണ്ട, ഇനി അസ്വസ്ഥരാകേണ്ട. നിങ്ങൾ ക്ഷുദ്രജീവികളെ ഭയപ്പെടേണ്ട, കൂടോത്രങ്ങളെ ഭയപ്പെടേണ്ട, പ്രകൃതി വിരുദ്ധ ശക്തികളെ ഭയപ്പെടേണ്ട, നിരന്തരമുള്ള അപകടങ്ങളെയും ആത്മഹത്യ ചിന്തകളെ ഭയപ്പെടേണ്ട. മാനസികമായിട്ട് തകർന്ന് വിഷാദ രോഗത്തിന് അടിമപ്പെട്ടവരെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തുക. കാരണം ഇത് നിങ്ങളുടെ മരുന്ന. ഈ പ്രാർത്ഥന അനുദിനമുള്ള മരുന്ന. ചില ആളുകൾ എന്നെ വിളിച്ചു പറയും, അച്ഛാ ഞങ്ങൾ രാവിലെയും വൈകുന്നേരവും ഈ മരുന്ന് എടുക്കുന്നുണ്ട്, അതിലൂടെ ഞങ്ങൾ ശക്തി പ്രാപിക്കുന്നുണ്ട്, കരുത്താർജിക്കുന്നുണ്ട്. ഇനി ഒരു തിന്മയും ഒരു സാത്താനും ഒരു പൈശാചിക ശക്തിയും ഞങ്ങളുടെ മേൽ പ്രബലപ്പെടുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, അതാണ് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന. കാരണം കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ സത്യമായിട്ടും 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 നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരിക, നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരിക, നിങ്ങളുടെ പറമ്പിലേക്ക്, കാർഷിക മേഖലകളിലേക്ക്, തൊഴിൽ മേഖലകളിലേക്ക്, വിദേശ യാത്രകളിലേക്ക്, കല്യാണകാര്യങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലേക്ക്, പഠനങ്ങളിലേക്ക്, വിസയുടെ കാര്യങ്ങളിലേക്കൊക്കെ കർത്താവ് ഇറങ്ങി വരിക. നിങ്ങൾ കർത്താവിനെ തുറന്ന ഹൃദയത്തോടെ സ്വീകരിച്ചാൽ മതി. തുറന്ന ഹൃദയത്തോടെ വിശ്വാസത്തോടെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ ഇന്ന് നടക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ വചനം വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിലൂടെ വിടുതൽ ലഭിക്കുക. ദൈവത്തിൻ്റെ വചനം, വേർഡ് ബിക്കേം ഫ്ലഷ്. ഈ വചനം മാംസം ധരിച്ചതാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വചനം നമ്മുടെ ഡെലിവറൻസിന് വേണ്ടി, രോഗശാന്തിക്ക് വേണ്ടി ശ്രദ്ധയോടെ കേൾക്കുകയും അത് ഉരുവിടുകയും നമുക്ക് ചെയ്യാം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. യേശു വീണ്ടും അവരോട് പറഞ്ഞു,
ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവന് ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. താങ്ക് യു ജീസസ്. താങ്ക് യു ഫോർ ദിസ് wonderful words. Thank you Jesus for this powerful words. ആമേൻ. ഈ വചനത്തിൻ്റെ ശക്തിയാൽ രോഗികളെ നിങ്ങളിപ്പോൾ സൗഖ്യം പ്രാപിക്കുക. ബന്ധനത്തിൽ കഴിയുന്നവരെ ഈ വചനശക്തിയാൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കർത്താവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. കല്യാണ തടസ്സങ്ങളുള്ളവരെ ഈ വചനത്തിന്റെ ശക്തിയാൽ വിടുതൽ ലഭിക്കുക. ജോലി തടസ്സമുള്ളവരെ ഈ വചനശക്തിയാൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കുകയാണ്. സ്വർഗം അനുഗ്രഹിക്കുക. കടങ്ങൾ, സാമ്പത്തിക മേഖലകളിൽ പ്രശ്നങ്ങൾ, ലോണുകൾ, അങ്ങനെ സാമ്പത്തിക മേഖലയിൽ ബന്ധിക്കപ്പെട്ട് മേൽഗതി കിട്ടാത്തവർക്ക് ഈ വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് വിടുതൽ ആരംഭിക്കുകയാണ്. ആമേൻ. കരമുയർത്തി പരിശുദ്ധാത്മനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ പവർ, അത്ഭുതകരമായ ഡെലിവറൻസ്. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക ദൈവവും കർത്താവുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര ബലിയായെന്ന് ദൃഢമായി ഞാൻ വിശ്വസിച്ചേറ്റു പറയുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ വസ്തുവകളെയും പൊതിയണമേ. കർത്താവായ യേശുവിൻ്റെ തിരുരക്തത്താൽ എൻ്റെ വീട്, എൻ്റെ വീട്ടിലെ ഓരോ അംഗങ്ങള്, എൻ്റെ ശുശ്രൂഷകള്, എൻ്റെ തൊഴിൽ മേഖലകള്, സാമ്പത്തിക മേഖലകള്, സ്ഥാപനങ്ങള് പൊതിയപ്പെടട്ടെ. എൻ്റെ കുടുംബത്തിനെതിരെ, എനിക്കെതിരെ പ്രവർത്തിക്കുന്ന എൻ്റെ ശുശ്രൂഷകൾക്കെതിരെ, എൻ്റെ തൊഴിൽ മേഖലകൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരിക ശക്തികളും, അന്ധകാര സേനകളും, ദുഷ്ടാത്മ സംഘങ്ങളും, പൈശാചിക വ്യൂഹങ്ങളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. പരദൂഷകരെ, കൂടോത്തരക്കാരെ, മന്ത്രവാദികളെ, സാത്താൻ സേവക്കാരെ, സർപ്പദോഷക്കാരെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ നിർവീര്യമാക്കുന്നു. എൻ്റെ കുടുംബത്തിൽ രോഗങ്ങളും ശല്യങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ, രക്തത്താൽ തകർത്ത് കളയുന്നു. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കുന്ന എല്ലാ നാരിക ശക്തികളെയും, ദുരാത്മ സേനകളെയും, ദുഷ്ടാത്മ ശക്തികളെയും നസറേയനായ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.